ഹായ് 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 ഞങ്ങൾ ശ്രീജിത്ത്. അപ്പോൾ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കഴിഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ മിനോക്സിൻ വല്ലതും യൂസ് ചെയ്യുന്നുണ്ടോ, മിനോക്സിൻ എങ്ങനെയാണ് യൂസ് ചെയ്തത്, പിന്നെ PRP ട്രീറ്റ്മെൻറ്റ് വല്ലതും ചെയ്തോ എന്നൊക്കെ. അപ്പോൾ അതിനുള്ള എല്ലാം ഉത്തരമാണ് ഈ വീഡിയോ. അപ്പം ഞാൻ മിനോക്സിൻ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു 5-5.5 മാസം യൂസ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ കുറച്ച് വിട്ടൊക്കെയാണ് യൂസ് ചെയ്തത്. ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മിനോക്സിൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അല്ലാതെ തന്നെ പിന്നെ ഏത് ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഞാൻ കാണിച്ചില്ല. ഈ ഒരു ബ്രാൻഡാണ് ഞാൻ മിനോക്സിൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, മിനോക്സിൻ ഞാൻ രാത്രി മാത്രമാണ് മിനോക്സിൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മിനോക്സിൻ രാത്രി ഒരു 0.5 ml മാത്രമാണ് മിനോക്സിൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബ്രാൻഡ് യൂസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഈ കവറെടുത്ത് മാറ്റിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള ഒരിതും പിന്നെ ഇതാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രേ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. സ്പ്രേ യൂസ് ചെയ്താൽ കണ്ണിൽ അവിടെയൊക്കെ വീഴുന്നുണ്ട്. ഞാൻ സ്പ്രേ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ ഒരു ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു 0.5 ml വരും. അപ്പോൾ അതാണ് നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നൈറ്റ് മാത്രമാണ് മിനോക്സിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ വെൽഗ്രോ സിറം എന്ന് പറയുന്ന സിറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഒരു രാവിലെ ഹെഡ് വാഷ് ചെയ്തിട്ട് ഹെഡ് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് ഇത് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പം ഇതിന് ഒരു 5 വട്ടം ഞാൻ സ്പ്രേ ചെയ്യും. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ മിനോക്സിൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരുപാട് എടുക്കരുത്. നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കുക. ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് അവിടെ ചെറുതായിട്ട് മസാജ് ചെയ്ത് വിടുക. രണ്ടാമത്തെ ഡ്രോപ്പ് ഇടുക, അവിടെ മസാജ് ചെയ്ത് വിടുക. അങ്ങനെ ചെയ്യണം. അല്ലാതെ നമ്മൾ ഒറ്റയടിക്കെടുത്ത് തലയിലെല്ലാം ഇട്ടിട്ട് മസാജ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഇതുവഴിയൊക്കെ ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് ആവശ്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ ടെമ്പിൾ ഏരിയയിലാണ് ആവശ്യം, ടെമ്പിൾ ഏരിയയിൽ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ പറ്റിച്ചിട്ട് അത് ഈ കണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് വിടണം. അങ്ങനെ യൂസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഒറ്റയടിക്കെടുത്ത് ഇങ്ങനെ, എനിക്ക് സ്പ്രേ ചെയ്യുന്നതിനോട് ഇപ്പോൾ മുടി ഇല്ലാത്തപ്പോൾ സ്പ്രേ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, എല്ലായിടത്തും പറ്റും. ഇപ്പോൾ മുടി ഒരുവിധം കിളിച്ചിട്ടാണ് നിങ്ങൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ആ മുടിയിൽ നിന്ന് മേളിൽ തന്നെ പറ്റിയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മുടി സ്കാൽപ്പിലോട്ട് അത് ചെല്ലത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മുടി ഉള്ളപ്പം ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. പിന്നെ ഞാൻ ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, ടാബ്ലറ്റ് ഞാൻ ഒരു ബയോട്ടിൻ ടാബ്ലറ്റ് ഒരു 3-3.5 മാസം യൂസ് ചെയ്തിരുന്നു. അത് രാവിലെ നൈറ്റും ഓരോരോ ടാബ്ലറ്റാണ് ബയോട്ടിൻ ടാബ്ലറ്റ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ PRP ഇതുവരെയായിട്ട് ഞാൻ PRP കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് PRP ചെയ്യണമെന്നുണ്ട്. പക്ഷേ PRP ഈ സക്സസ് റേറ്റ് ഒരു 50%, 60% ഉള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഇവിടെ റേറ്റും കൂടുതലാണ്. കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ റേറ്റ് കുറഞ്ഞ് കിട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു ഉപകാരപ്പെടും, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ്. അപ്പം ഞാൻ പല ക്ലിനിക്കുകളും തിരക്കിയപ്പോൾ PRPക്കെല്ലാം 4000 രൂപ 5000 രൂപയ്ക്കാണ് ഒരു PRPക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത ക്ലിനിക്ക് ബയോയിൽ ഒരു PRPക്ക് എനിക്ക് 1000 രൂപയ്ക്കാണ് ചെയ്തു തരാമെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇവിടുന്ന് ഒരു ട്രാവൽ ചെയ്ത് പോയിട്ട് ഒരു ദിവസം ട്രാവൽ ചെയ്ത് 1000 രൂപയ്ക്ക് ചെയ്തിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര നഷ്ടമാണ്. സമയനഷ്ടം, അങ്ങനെ കുറേ നഷ്ടങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം, അവിടെ 1000 രൂപയ്ക്ക് ചെയ്യുന്ന സാധനം ഇവിടെ 4000 രൂപ 5000 രൂപയ്ക്കാണ് ഒരു PRP ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം റേറ്റ് വ്യത്യാസമുണ്ടെന്ന്, എന്തിനാണ് ഇത്ര റേറ്റ് ഒരു PRPക്കൊക്കെ മേടിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും PRPക്ക് റേറ്റ് കുറഞ്ഞ് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടെ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടില്ല, എനിക്കെങ്കിലും പ്രയോജനപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ ഞാൻ മിനോക്സിൻ യൂസ് ചെയ്യുന്നത് 0.5 ml ആണ്. നൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ഒരു 5-5.5 മാസം വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ യൂസ് ചെയ്യുന്നത് വെൽഗ്രോ സിറം എന്നൊരു സിറമാണ്. അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.